നെല്ല് സംഭരണം സർക്കാർ നീക്കം പാളി. സഹകരണ സംഘങ്ങൾ മില്ലുടമകളുമായി കരാർ ഒപ്പുവെക്കാൻ തയ്യാറാകുന്നില്ല. കഴിഞ്ഞയാഴ്ചയാണ് സർക്കാർ സഹകരണ സംഘങ്ങളെ നെല്ല് സംഭരണത്തിനായി ചുമതലപ്പെടുത്തിയത്. 66 സംഘങ്ങളാണ് ജില്ലയിൽ സമ്മതം അറിയിച്ചത്. സംഘങ്ങൾ സപ്ലൈകോയുമായി കരാർ ഒപ്പുവെക്കാനാണ് ഉത്തരവ്. എന്നാൽ ഒരു സംഘം പോലും മില്ലുടമകളുമായി കരാർ ഒപ്പുവെച്ചിട്ടില്ല. സപ്ലൈകോ സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് മാത്രമാണ് നിലവിലുള്ളത്. സഹകരണ വകുപ്പ് ഉത്തരവ് ഇറക്കിയിട്ടുമില്ല. ഉത്തരവാദിത്തമെല്ലാം തങ്ങളുടെ തലയിൽ വരുമെന്നാണ് സംഘങ്ങളുടെ ആശങ്കയ്ക്ക് കാരണം. സംഘത്തിന് മാത്രമാണ് എല്ലാ ബാധ്യതയും. ഇതാണ് സംഘങ്ങളെ പിന്തിരിപ്പിക്കുന്നത്. നെല്ലെടുത്തു കഴിഞ്ഞാൽ ഇതിന് വില നൽകേണ്ടത് സംഘങ്ങളാണ്. കേരള ബാങ്ക് സഹായിക്കുമെങ്കിലും അതിൻ്റെ വ്യവസ്ഥകളും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിറക്കിയ ഉത്തരവാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കർഷകർ പറയുന്നത്. പണം എപ്പോൾ തിരിച്ചു തരും എന്നും സംഘങ്ങൾക്ക് നിശ്ചയമില്ല. ഇതിന് 2 വർഷം വരെ എടുക്കാം എന്നും പറയുന്നു. പുതിയ സംവിധാനത്തിൽ നെല്ലിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച് ഗുണനിലവാരവും ഇനവും അളവും രേഖപ്പെടുത്തി ചീട്ട് നൽകുന്ന ഉത്തരവാദിത്തം മാത്രമായിരിക്കും സപ്ലൈകോക്കെന്നാണ് വ്യവസ്ഥ. ജീവനക്കാരുടെ കുറവ് സപ്ലൈകോയെ ബാധിക്കുന്നുമുണ്ട്. പട്ടാമ്പി തൃത്താല മേഖലകളിൽ കൊയ്ത്ത് കഴിഞ്ഞ് 2 മാസത്തിൽ 1 മാസം പിന്നിട്ടിരിക്കുകയാണ്. എന്നിട്ടും നെല്ല് സംഭരണം തുടങ്ങാനായിട്ടില്ല. അതിനിടെ ഫെബ്രുവരി 15 വരെ ശേഖരിച്ച നെല്ലിന് PRS നൽകിയതിൻ്റെ പണം SBIക്ക് നൽകാൻ കനറ ബാങ്ക് തീരുമാനിച്ചത് ആശ്വാസമാണ്. UTV ന്യൂസ്, പാലക്കാട്.